സഞ്ജു വിശ്വനാഥ് സാംസൺ കഴിഞ്ഞ കളി എല്ലാവരും കണ്ടു. എനിക്കറിയാം, സെമി ഫൈനലിൽ ഇന്ത്യ 7 റൺസിനെ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചിട്ട് ഫൈനലിലേക്ക് മുന്നേറിയിരിക്കുന്നു. എന്താ കളിയിലെ മുൾമനയിൽ നിർത്തിയൊരു മത്സരമായിരുന്നു. ഇതാണ് ഒരു പ്രോപ്പർ സെമി ഫൈനൽ അല്ലെങ്കിൽ ഫൈനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എനിക്ക് ഓർമ്മ വരുന്ന കളി എന്ന് പറഞ്ഞാൽ 2007 ഇന്ത്യ ആദ്യമായിട്ട് T20 വേൾഡ് കപ്പ് എടുത്തപ്പോൾ നടന്ന കളി പാകിസ്ഥാനായിട്ട് ഫൈനൽ. അത് ഏതാണ്ട് ഒരു ക്ലോസ് എൻകൗണ്ടർ ആയിരുന്നു. വേറെ എന്തെങ്കിലും കളി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നതാണ്. അമ്മാതിരി പ്രകടനമാണ് കളിയാണ് ഇന്നലെ കണ്ടത്. എല്ലാവരെയും മുൾമുനയിൽ നിർത്തിയ പെർഫോമൻസ്. അതിന് ഡീറ്റെയിൽസൊക്കെ ഒന്നും പോകുന്നില്ല, പക്ഷേ എടുത്ത് പറയേണ്ട കുറച്ച് പേരുകളുണ്ട്, അത് പറയാം. അതിന് മുമ്പായിട്ട് എനിക്ക് പറയാനുള്ളത്, സഞ്ജു ഇന്നലത്തെ കളിയിൽ ജോഫ്ര ആർച്ചറിനെ തോന്നുന്നു തൂക്കിയടിച്ചൊരു ഷോട്ടുണ്ട്. ഓഫ് സൈഡിലേക്ക് തൂക്കിയടിച്ചൊരു ഷോട്ടുണ്ട് ചാടിയിട്ട്. ആ ഷോട്ട് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്ന ഷോട്ട് സത്യം പറഞ്ഞാൽ 2003 ഇന്ത്യ പാകിസ്ഥാൻ 50 ഓവർ വേൾഡ് കപ്പിൽ ഷോയിബ് അക്തറിനെ സച്ചിൻ ടെണ്ടുൽക്കർ അലക്കിയൊരു അലക്കുണ്ട്. അത് അമ്മാതിരി അലക്കായിരുന്നു. അതേ ഭാഗത്തേക്ക് തന്നെ ആ 6 പോയത്, ഈ 6 പോയത്. പിന്നെ ഇന്ന് ഞാൻ കുറേ റീൽസ് കണ്ടു. നമ്മുടെ മഹേന്ദ്ര സിംഗ് ധോണി 2011 വേൾഡ് കപ്പിലെ തിസിര പെരേര വേൾഡ് കപ്പ് ഫൈനലിൽ 2011 ഇന്ത്യ വേൾഡ് കപ്പ് എടുത്ത ആ ഫൈനലിൽ തിസിര പെരേരനെ അതേ സെയിം ഷോട്ട് അതേ സെയിം സൈഡിലേക്ക് അടിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് സച്ചിൻ അടിച്ചതും പാകിസ്ഥാനെതിരെ ഈ തിസിര പെരേരയ്ക്കെതിരെ നമ്മുടെ ഫൈനലിൽ മഹേന്ദ്ര സിംഗ് ധോണി അടിച്ചതും സഞ്ജു ഇന്നലെ ഇംഗ്ലണ്ടിനെ അടിച്ചതും ഏതാണ്ട് സിമിലർ ഷോട്ടുകളാണ്. എനിവേ, അതൊരു കാര്യം. പിന്നെ റിമെമ്പർ ദി നെയിംസ്. നമ്പർ 1 സഞ്ജു സാംസൺ. 15 റൺസായിരിക്കുമ്പോൾ ഹാരി ബ്രൂക്ക് നൽകിയൊരു ജീവൻ മുതൽക്കൂട്ടായിട്ട് പിടിച്ച് ക്യാച്ച് ഡ്രോപ്പ് ചെയ്തത്. അത് മുതൽക്കൂട്ടായി പിടിച്ച് സഞ്ജു സാംസൺ നടത്തിയ വെടിക്കെട്ട് ബാറ്റിംഗ് 42 ബോൾ 89 റൺസോട് കൂടി 200+ സ്ട്രൈക്ക് റേറ്റോട് കൂടി സഞ്ജു സാംസൺ നടത്തിയൊരു വെടിക്കെട്ടുണ്ട്. താൻ എവിടെയാണോ നിർത്തിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 97 റൺസോട് കൂടി ഇന്ത്യയെ വിർച്വൽ ക്വാർട്ടർ ഫൈനൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ ഇന്ത്യയെ സെമി ഫൈനലിലേക്ക് നയിച്ച ആ ഇന്നിങ്സ് എവിടെയാണോ നിർത്തിയത് അവിടെ നിന്നാണ് സഞ്ജു സാംസൺ തുടങ്ങിയത്. ഓക്കെ, ആർച്ചർ പൂട്ടും, ആർച്ചറിനെതിരെ സഞ്ജു വീക്കാണെന്നൊക്കെ ആയിരുന്നു പ്രവചനം. പക്ഷേ ആർച്ചറിനൊക്കെ തൂക്കിയടിച്ചു. ആർച്ചർ ഇപ്പോൾ എവിടെയും കാണുന്നില്ല. ഓക്കെ, റിമെമ്പർ ദി നെയിം. ഫസ്റ്റ് നെയിം സഞ്ജു വി സാംസൺ. സെക്കൻഡ് നെയിം ശിവൻ ദുബെ. 24 ബോളിൽ 42 റൺസ് എടുത്ത് ആളുടെ കൃത്യമാക്കി പഠിച്ചു. 39 റൺസ് എടുത്ത ഇഷാൻ കിഷാൻ. സഞ്ജുവിൻ്റെ കൂടെ 97-98 റൺസ് പാർട്ണർഷിപ്പ് ഉണ്ടാക്കിയത്. അത് നല്ലൊരു അടിത്തറയായിരുന്നു. പിന്നെ കാമിയോ റോളിൽ വന്ന് മിന്നിത്തിളങ്ങിയ 2 പേർ. ഒന്ന് തിലക് വർമ്മ, പിന്നെ ഹാർദിക് പാണ്ഡ്യ. നല്ല പെർഫോമൻസ് ആയിരുന്നു. ഓർത്ത് വെക്കേണ്ട പേരുകൾ അതൊക്കെയാണ്. ഇംഗ്ലണ്ട് സൈഡിൽ ബോളേഴ്സിൽ ഓർത്ത് വെക്കേണ്ട പേര് ഓൾറൗണ്ടർ ഫിൽ ജാക്സ്. 2 വിക്കറ്റ് എടുത്തു. ആദ്യ ലക്ഷ്യത്തിൽ 2 വിക്കറ്റ് എടുത്തു. പക്ഷേ ഫിൽ ജാക്സ് ആണ് ഒന്നും കൂടി എക്കണോമിയിൽ 10 റൺ റേറ്റ് ഉണ്ടെങ്കിൽ പോലും കമ്പാരിറ്റീവ്ലി ബെറ്റർ ആയിട്ട് ബോൾ ചെയ്തത് ഫിൽ ജാക്സ് ആണ്. ഇനി ഇന്ത്യൻ ബോളിംഗ് വരികയാണെങ്കിൽ ജസ്പ്രീത് ബുംറ. ഓർത്ത് വെക്കണ പേര്. സഞ്ജു സാംസൺ വ്യക്തമായിട്ട് പറഞ്ഞു. സഞ്ജു സാംസൺ ആണ് തുടർച്ചയായ 2ാം മത്സരത്തിലും മാൻ ഓഫ് ദ മാച്ച്. പക്ഷേ സഞ്ജു സാംസൺ മാൻ ഓഫ് ദ മാച്ച് പുരസ്കാരം ഏറ്റുവാങ്ങിയിട്ട് പറഞ്ഞത് ഈ മാൻ ഓഫ് ദ മാച്ച് പുരസ്കാരത്തിന് ഞാനല്ല, ജസ്പ്രീത് ബുംറയാണ് ഏറ്റവും ഉചിതമായ മനുഷ്യൻ. വൺസ് ഇൻ എ ജനറേഷൻ ബോൾ ആണ് പറഞ്ഞത്. ഈ ജനറേഷനിൽ എന്ന് പറഞ്ഞാൽ ഒരിക്കലൊക്കെ ഇങ്ങനത്തെ ഒരു ബോൾ ഉണ്ടാവുള്ളൂ. അമ്മാതിരി പെർഫോമൻസ് ആണ് കേട്ടോ. കാരണം 17ാമത്തെ ഓവറിൽ അങ്ങോട്ട് ബുംറയ്ക്ക് ബോൾ എത്തിക്കുമ്പോൾ ബുംറ ആ ഓവറിൽ കൊടുത്ത വെറും 6 റൺസ്. 6 റൺസിന് തകർത്തടിച്ച് എല്ലാവരെയും തകർത്തടിക്കുന്ന ബെത്തലടക്കമുള്ളപ്പോൾ തകർത്തടിക്കുമ്പോൾ ആ ഓവറിൽ കൊടുത്തത് വെറും 6 റൺസ്. ഇന്ത്യ കളിയിലേക്ക് തിരിച്ചു വന്നൊരു ഓവർ കൂടിയാണ് അത്. പിന്നെ ഹർഷദീപ് ആയാലും അടി കുറേ കിട്ടി. പക്ഷേ അവസാന ഓവറായി ഹർഷദീപ് 1 റൺസ് ഇച്ചിരി വിട്ടുകൊടുക്കാൻ വിഷമിച്ചു. കാരണം 15 റൺസൊക്കെ വേണ്ടായിരുന്നു. ഒരു 10 റൺസിലൊക്കെ ഹർഷദീപ് ഒതുക്കി. ഹാർദിക് പാണ്ഡ്യയുടെ അവസാനത്തെ ഓവറൊക്കെ, അവസാനത്തെ ഓവറിനല്ല, അതിന് കുറച്ച് മുമ്പുള്ള ഓവറൊക്കെ നന്നായിരുന്നു. ജേക്കബ് ബത്തേൽ. ഇംഗ്ലണ്ട് ബാറ്റ്സ്മാൻമാരിൽ മികച്ചു നിന്ന ബാറ്റ്സ്മാൻ ജേക്കബ് ബത്തേൽ. 22 വയസ്സായിട്ടുള്ളൂ. പക്ഷേ ആ ചങ്ങായിയുടെ ഒരു പ്രകടനം ലോകോത്തര നിലവാരമുള്ളൊരു കളിക്കാരനായി മാറാൻ സാധ്യതയുള്ളതാണ് ജേക്കബ് ബത്തേൽ. ബുംറയെ കുറിച്ച് പറയുമ്പോൾ ബുംറ ഡേഞ്ചറസ് ആയ നമ്മുടെ ഇംഗ്ലണ്ടിൻ്റെ ക്യാപ്റ്റൻ ഹാരി ബ്രൂക്കിനും പുറത്താക്കിയിട്ടുണ്ട്. മാർക്കരുത്. അക്ഷർ പട്ടേൽ അടുത്ത പേര്. ജേക്കബ് ബത്തേൽ പറഞ്ഞേക്കും കുറഞ്ഞിട്ടുണ്ട്. 22 വയസ്സായിട്ടുള്ള ഇമാതിരി പ്രകടനം കാഴ്ചവെക്കുന്നത്. റൺസ് എടുക്കുന്ന പിച്ചാണ്, പക്ഷേ ഇമാതിരി പ്രകടനം കാഴ്ചവെച്ചു. കാരണം ചേസിങ് ആണ് 253. ചേസ് ചെയ്യുമ്പോൾ അതൊന്ന് വകവെക്കാതെ ആൾ കിട്ടിയ അവസരമൊക്കെ അടിച്ച് മഞ്ചറാക്കാണ്. എല്ലാവർക്കും കിട്ടി. നമ്മുടെ പൊന്നീച്ച പറഞ്ഞത് ഒന്ന് ഹർഷദീപിന് ചെറുതായിട്ട് പൊന്നീച്ച പറഞ്ഞു. പിന്നെ ലോക 1-ാം നമ്പർ T20 ലോക 1-ാം നമ്പർ ബോളറായ വരുൺ ചക്രവർത്തിയുടെ കിരീടും ചെങ്കോലും സിംഹാസനമൊക്കെ പോയി. എല്ലാം ചെവിന്ന് പൊന്നീച്ചകൾക്ക് പറഞ്ഞു. അമ്മാതിരി അടി കിട്ടിയത്. അടിയിൽ നിന്ന് പൊരിഞ്ഞടി. ജേക്കബ് ബത്തേൽ നല്ല പോരാളിയാണ് കേട്ടോ ആൾ. ഓക്കെ, ജേക്കബ് ബത്തേലുണ്ട്.
പിന്നെ ബുംറ ഓൾറെഡി പറഞ്ഞു, ക്രൂഷ്യൽ ബോളർ. നമുക്ക് വിശ്വസിച്ച് ആർക്ക് കടി കിട്ടിയാലും നമുക്ക് വിശ്വസിച്ച് ബോൾ ഏൽപ്പിക്കാൻ പറ്റിയൊരു ബോളറാണ് ജസ്പ്രീത് ബുംറ. നമ്മൾ കഴിഞ്ഞ 2024 വേൾഡ് കപ്പ് എടുത്തപ്പോൾ ബുംറയുടെ പ്രകടനം കണ്ടത് തന്നെയാണ്. വണ്ടർഫുൾ ബോളർ. കമൻട്രി അതല്ല രസം, കമൻട്രി ബോക്സിൽ ഇരുന്നിട്ട് ഇംഗ്ലീഷ് കമൻറ്റേറ്റേഴ്സ് അടക്കം പറഞ്ഞിട്ടുണ്ട് ബുംറയ്ക്ക് ഇനി 3 ഓവർ ബാക്കിയുണ്ട്, ആ ഓവറിൽ എന്തായാലും റൺസ് അധികം കിട്ടില്ല, അത് കാരണം കൊണ്ട് ബാക്കിയുള്ള ബോളർ അറ്റാക്ക് ചെയ്ത് കളിച്ചേ പറ്റൂ. ഇതന്നെയാണ് ബുംറയ്ക്ക് 2 ഓവർ ഉണ്ട് എന്നൊക്കെയാണ് ഇവർ പറയണത്. ബുംറ ഇസ് എ വേൾഡ് ക്ലാസ് ബോളർ, നമ്മൾ ഓർത്ത് വെക്കണം. അടുത്തത് അക്ഷർ പട്ടേൽ. ബാറ്റ് കൊണ്ട് മിന്നായം കാണിക്കാൻ വലിയ പറ്റിയില്ലെങ്കിൽ പോലും, അവസാനം ഇറങ്ങിയതെങ്കിൽ പോലും അക്ഷർ പട്ടേൽ ബാൻറ്റൻ്റെ വിക്കറ്റ് എടുത്തിട്ടുണ്ട്. കൂടാതെ ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ്റെ വിക്കറ്റ് ക്യാച്ച് എടുത്തത്, മുമ്പിലേക്ക് ഓടിപ്പോയി ക്യാച്ച് എടുത്തത് അക്ഷർ പട്ടേലാണ്. കൂടാതെ പിന്നെ ഫിൽ ജാക്സിൻ്റെ ആ ക്യാച്ച് ബൗണ്ടറി ലൈനിൽ നിന്ന് ക്യാച്ച് എടുത്ത് ബൗണ്ടറി ലൈൻ കടക്കുന്നതിന് മുമ്പ് ശിവൻ ദുബെക്ക് ഇട്ടെടുത്ത ക്യാച്ച്, അങ്ങനെ ഓർമ്മിക്കത്തക്ക കുറേ കാര്യങ്ങൾ ഈ മാച്ച് ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ടേണിംഗ് പോയിൻ്റാണ്. ഒരു കംപ്ലീറ്റ് പെർഫോമൻസ് ആണ് ഇന്ത്യയുടെ ഭാഗത്തുണ്ടായത്. പക്ഷേ ബോളിങ്ങിൽ ഇന്ത്യ വളരെ വീക്കാണ്, അത് ശരിയാക്കിയേ പറ്റൂ. ലോകം തന്നെ പ്രധാനം കണക്കിന് തല്ലുവാങ്ങുന്നുണ്ട്. ഇങ്ങനെ പോയ ബോളിംഗ് പോയി കഴിഞ്ഞാൽ ഇന്ത്യക്ക് കിരീടം കിട്ടുമോ ഡൗട്ടാണ്. ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ക്ലിയർ ചെയ്തേ പറ്റൂ.